അധ്യാപിക ജീവനൊടുക്കിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. സുഹൃത്ത് മർദ്ദിച്ചതിലുണ്ടായ മനോവിഷമത്തിലാണ് ജീവനൊടുക്കിയതെന്ന ബന്ധുക്കളുടെ ആരോപണത്തിലാണ് അന്വേഷണം. പാനൂർ വള്ളങ്ങാട്ടെ കുട്ടപ്പീടിക ആദിത്യ ഹൌസിൽ ആദിത്യയാണ് ജീവനൊടുക്കാൻ ശ്രമിച്ച് ചികിത്സയിലിരിക്കെ മരിച്ചത്. ഞായറാഴ്ചയാണ് വീടിനുള്ളിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയ ആദിത്യയെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ചികിത്സയിലിരിക്കെ വ്യാഴാഴ്ച വൈകിട്ടോടെയാണ് മരണപ്പെട്ടത്. സുഹൃത്ത് മർദ്ദിച്ചതിനെ തുടർന്നുണ്ടായ മനോവിഷമത്തിലാണ് ജീവനൊടുക്കിയതെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. നമ്മുടെ സംശയം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയാണ് കുട്ടി ആത്മഹത്യക്ക് വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അടുത്തുള്ള ഹോസ്പിറ്റലിൽ എത്തിക്കുകയും അവിടെ നിന്ന് തലശ്ശേരി ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അവിടെ നിന്ന് കുട്ടിയുടെ സ്ഥിതി മോശമായതുകൊണ്ട് നമ്മൾ മിംസ് ഹോസ്പിറ്റലിൽ എത്തിച്ചേരുകയും അവിടെ വെച്ച് ഡോക്ടർമാർ പരിശോധിച്ച് പോലീസിൽ റിപ്പോർട്ട് നൽകിയതിൻ്റെ ഭാഗമായിട്ട് പോലീസ് ആദിത്യയുടെ വീട്ടിലെത്തുകയും അമ്മയുടെ മൊഴി രേഖപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ഡോക്ടറുടെ ഒരു റിപ്പോർട്ട് പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ശരീരമാസകലം അവിടെ ഒരു സുഹൃത്ത് മർദ്ദിച്ച് അവശയാക്കിയിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ മർദ്ദനത്തിൻ്റെ ഭാഗമായിട്ടുള്ള മാനസിക നിലയുടെ ഭാഗമായിട്ടാണ് കുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുള്ളത്. ഇത് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു കൊലപാതകത്തിനോട് അടുപ്പിച്ചിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. കൊല്ലുക എന്ന ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് അത്രയും ക്രൂരമായി മർദ്ദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ മർദ്ദനത്തിൻ്റെ ഭാഗമായിട്ട് ആത്മഹത്യ ചെയ്ത ആദിത്യക്ക് നീതി കിട്ടണം. ശക്തമായ അന്വേഷണം നടത്തി ഇതിൻ്റെ യഥാർത്ഥ വസ്തുത. കണ്ണൂർ സർവകലാശാലയിൽ ഗസ്റ്റ് അധ്യാപികയാണ് ആദിത്യ. മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സംസ്കരിക്കും. ഗ്രാമിക ന്യൂസ്, തലശ്ശേരി.